എല്ലാവർക്കും നമസ്കാരം. കടലാസിൻ്റെ രാമകഥാശീലുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് രാമായണത്തിലെ മാതൃഭാവം എന്ന വിഷയത്തെപ്പറ്റി കുറച്ച് സന്ദർഭങ്ങൾ കാണിച്ച് അതേപ്പറ്റി സംസാരിക്കാനാണ്. പ്രത്യേകിച്ചും ഇത് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, രാമായണത്തിലെ ശ്ലോകങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എനിക്ക് ഏറ്റവും റിലേറ്റബിൾ ആയിട്ട് തോന്നിയതും എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് തോന്നിയതുമായ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ സന്ദർഭം, ശ്രീരാമ പട്ടാഭിഷേകം നടക്കാൻ പോവുകയാണ്. ഈ വാർത്ത തൻ്റെ അമ്മയെ അറിയിക്കാനായി ശ്രീരാമൻ തൻ്റെ അനുയായികളുമായി കൗസല്യാദേവിയുടെ അടുത്ത് എത്തുകയാണ്. ആ അമ്മ തൻ്റെ മകനെ ആശ്ലേഷിച്ച ശേഷം മകനെ ഉപദേശിക്കുകയാണ്. ധർമ്മത്തിൻ്റെ പാതയിൽ നിന്ന് തൻ്റെ മകൻ ഒരിക്കലും വ്യതിചലിക്കാൻ പാടില്ല എന്നും, അയോധ്യയ്ക്ക് മഹത്തായ ഒരു മഹാരാജാവായി അദ്ദേഹം മാറണമെന്നും, അയോധ്യയിലെ ജനങ്ങൾ ശ്രീരാമന് തന്ന ഒരു അവസരമായി ഇതിനെ കാണണമെന്നും കൗസല്യാദേവി ശ്രീരാമചന്ദ്രനെ ഉപദേശിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ശ്രീരാമചന്ദ്രൻ മടങ്ങുന്നു. അധിക സമയമൊന്നും വേണ്ടി വന്നില്ല എല്ലാം മാറിമറിയാൻ. ആ വാർത്ത കൗസല്യാദേവിയെ അറിയിക്കാൻ ശ്രീരാമചന്ദ്രനാണ് വീണ്ടും എത്തുന്നത്. അതായത് അദ്ദേഹം തൻ്റെ അമ്മയോട് പറയുകയാണ്, ഞാൻ മുൻപ് പറഞ്ഞതിൽ നിന്നും കാര്യങ്ങൾ അല്പം മാറിയിട്ടുണ്ട്. അച്ഛൻ കൈകേയി മാതാവിന് കൊടുത്ത ഉറപ്പിൻ പ്രകാരം ഭരതനാണ് അയോധ്യയിലെ രാജാവായി അഭിഷേകം ചെയ്യപ്പെടാൻ പോകുന്നത്. അതുമാത്രമല്ല, ഞാൻ 14 വർഷത്തേക്ക് കാനനവാസത്തിനായി പുറപ്പെടുകയാണ്. ഇത് രണ്ടുമായിരുന്നു അച്ഛൻ്റെ ആവശ്യങ്ങൾ. ഇത് നിറവേറാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് അമ്മ എന്നെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണം. 14 വർഷം എന്ന് കേട്ടപാടെ കൗസല്യാദേവി മോഹാലസ്യപ്പെട്ടു വീണു. അല്പം കഴിഞ്ഞ് ബോധം വീണ്ടെടുത്ത് അവർ തൻ്റെ മകനോട് ചോദിച്ചു, ഇതെന്ത് നീതിയാണ്? ഭരതൻ വേണമെങ്കിൽ മഹാരാജാവായിക്കൊള്ളട്ടെ, അതിന് നീ എന്തിനാണ് കാട്ടിൽ പോകുന്നത്? പോട്ടെ, നിന്റെ അച്ഛൻ്റെ തീരുമാനമാണിത്. നിന്റെ അച്ഛനെ പോലെ തന്നെ നിന്റെ എല്ലാ കാര്യത്തിലും എനിക്കും അധികാരമുണ്ട്. മാതാവെന്ന നിലയിൽ നിന്റെ അമ്മയായ ഞാൻ പറയുന്നു, നീ കാനനത്തിൽ പോവരുത്. അതും നീ അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാം. അതും പറ്റില്ല എന്നാണെങ്കിൽ ഞാൻ യമലോകത്തേക്ക് യാത്രയാകും. പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന കൗസല്യാദേവിയെ മാറോടണച്ച് ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിൻ്റെ, തൻ്റെ കടമയുടെ എല്ലാ കാരണങ്ങളും പറഞ്ഞ് തൻ്റെ അമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. കൗസല്യാദേവിയുടെ ഈ കരച്ചിലും ഈ വിഷമവും കണ്ടു നിൽക്കുന്ന സുമിത്രാദേവിക്കും ലക്ഷ്മണനും ഇത് കണ്ടു സഹിക്കാനായില്ല. രോഷാകുലനായ ലക്ഷ്മണനെയും ശ്രീരാമചന്ദ്രൻ ഉപദേശിക്കുന്നു. ഇതിനെയാണ് ലക്ഷ്മണ ഉപദേശം എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് തൻ്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം അല്പം ആശ്വാസം തോന്നിയ കൗസല്യാദേവി യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശ്രീരാമചന്ദ്രനെ യാത്ര അയക്കാൻ ഒരുങ്ങുകയാണ്. ആ സമയത്ത് കൗസല്യാദേവി ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ദേ പുരുഷോത്തമ ഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സൃഷ്ടിസ്ഥിതി ലയകാരിണി ചണ്ഡികേ എൻ മകൻ ആശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തൻ മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവൻ നിങ്ങൾ. ആ അമ്മ നിസ്സഹായയാണ്. ഇനി ആ അമ്മയുടെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. തൻ്റെ താൻ പ്രാർത്ഥിക്കുന്ന എല്ലാ ഈശ്വരന്മാരെയും വിളിച്ച് അവർ കരയുകയാണ്. സൃഷ്ടികർത്താവായ ബ്രഹ്മാവെ, വിഷ്ണു മഹേശ്വരന്മാരെ, ദുർഗെ ഭഗവതി, വൃത്രാരി മുമ്പായ ഇന്ദ്രൻ അടങ്ങുന്ന ദേവന്മാരെ
എല്ലാവരും എൻ്റെ മകനെ രക്ഷിച്ചു കൊള്ളണേ. അവൻ്റെ വഴിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണേ. അതായത് അവൻ നടക്കുമ്പോഴും, അവൻ ക്ഷീണിതനായി ഇരിക്കുമ്പോഴും, അവനെല്ലാം മതിമറന്ന് ഉറങ്ങുമ്പോഴും അവനെ കാത്തുകൊള്ളണേ എന്ന് കേണപേക്ഷിക്കുന്ന ഒരമ്മ. കണ്ണ് നനയാതെ ഈ ശ്ലോകം വായിച്ചു തീർക്കാൻ ഒരമ്മയ്ക്കും സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ മറ്റൊരു വശമാണ് സുമിത്രാദേവി. നമുക്കറിയാം, വരരുചി രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം അന്വേഷിച്ചു നടന്നപ്പോൾ അദ്ദേഹത്തിന് കണ്ടെത്താനായത് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ലക്ഷ്മണനെ കാട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ സുമിത്രാദേവി, ലക്ഷ്മണൻ്റെ അമ്മയായ സുമിത്രാദേവി ലക്ഷ്മണനോട് പറയുന്ന 4 വാചകങ്ങളാണ്. അതായത് രാമാം ദശരഥാം വിദ്ധി, മാം വിദ്ധി ജനകാത്മജാം, അയോധ്യാം അടവീം വിദ്ധി, ഗച്ഛ താത യഥാസുഖം. അതായത് ദശരഥനെ പോലെ ശ്രീരാമനെ കാണുക, നിന്റെ അമ്മയായ എന്നെപ്പോലെ ജനകാത്മജയായ സീതാദേവിയെ കാണുക, കാനനത്തെ നീ അയോധ്യയായി കാണുക, ഇപ്രകാരം സുഖമായി പോയി വരൂ മകനെ എന്ന് ഉള്ളിൽ വിഷമത്തോടെയാണെങ്കിലും തൻ്റെ മകനെ അനുഗ്രഹിച്ച് തൻ്റെ ജ്യേഷ്ഠനൊപ്പം പറഞ്ഞയക്കുന്ന ആ ഒരമ്മ. മാതൃഭാവത്തിൻ്റെ വിവിധ തലങ്ങൾ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. സ്വാർത്ഥയായ തൻ്റെ മകൻ്റെ പട്ടാഭിഷേകത്തിനായി മറ്റൊരു മകനെ കാട്ടിലേക്ക് അയക്കുന്ന കൈകേയി എന്ന അമ്മയെയും നമ്മൾ അവിടെ തന്നെയാണ് കാണുന്നത്. എല്ലാവർക്കും അറിയാം, അമ്മ എന്നത് ഏറ്റവും വലിയ സത്യമാണെന്നാണ് പറയുന്നത്. നമ്മളായി ഇഷ്ടപ്പെടാനും നമുക്ക് വേണ്ടി അവസാന ശ്വാസം വരെ പ്രാർത്ഥിക്കാനും, മക്കൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ വിദേശത്തേക്കോ പഠനത്തിനായോ ജോലിക്കായോ ജീവിതത്തിനായോ മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്രയാകുമ്പോൾ മനസ്സ് പിടയുന്ന വിഷമത്തോടെയും അവരെ കാത്തുകൊള്ളണേ. അവരെ പറഞ്ഞു വിടാതെ വേറെ വഴിയില്ല. അവർക്ക് അവരുടെ ജീവിതം നോക്കി, അവരുടെ കടമകൾ നോക്കി പോയേ പറ്റുള്ളൂ. അതേ സമയത്ത് ആ ഒരു ചെറിയ വിങ്ങലോടെയോ വിഷമത്തോടെ ആണെങ്കിലും മനസ്സിൽ ഒരു പ്രാർത്ഥന, എവിടെ പോയാലും ദൈവം കാത്തുകൊള്ളും എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരമ്മയും ഈ ഭൂലോകത്ത് ഉണ്ടാവില്ല, അല്ലേ? അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ശ്ലോകവും ഈ പറഞ്ഞ 2 ശ്ലോകങ്ങളും അത്രയ്ക്ക് പ്രിയപ്പെട്ടതായത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു രാമായണ മാസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.